ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ പറഞ്ഞിരുന്ന സൂപ്പർ 30 പ്രിഡിക്ഷൻ ക്ലാസ്സുകൾ വരാൻ പോവുകയാണ് യൂട്യൂബ് ചാനലിലൂടെ. സോ നമുക്ക് ഇന്ന് മുതൽ NIOSന്റെ +2 SSLC എല്ലാ സബ്ജക്റ്റുകളുടെയും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിയാം. നിങ്ങൾക്ക് 2025 ഏപ്രിൽ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഇപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് NIOS ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് പാസേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത് അല്ലെ. ഇതേപോലത്തെ പാസേജ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. പാസേജ് തന്നിട്ട് എങ്ങനെയാണ് അതിന്റെ താഴെ സബ് ക്വസ്റ്റ്യൻസ് പോലെയാണ് ചോദ്യം വരിക. ഇവിടെ കണ്ടോ 5 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇവിടെ എന്താണ് ഇവിടെ ജസ്റ്റ് ഞാൻ എഴുതിയതാണ്. 12ാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് നിങ്ങൾക്ക് പാസേജ് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം അതിൽ നിങ്ങൾക്ക് ഒരു 8ഓളം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളെടുത്ത് ട്രൂ ഓർ ഫോൾസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പാസേജ് നിങ്ങൾ വായിച്ചു നോക്കുക, അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ട്രൂ ആണോ, സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നിങ്ങളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പാസേജ് ഇന്ന ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 18 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ളത്. അതില് ഈ പ്രോസ് ഏരിയാസിൽ നിന്നാണ് ഈ പറയുന്ന പാരഗ്രാഫുകൾ എടുത്ത് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ടൈഗർ ഇൻ ദ ടണൽ, അതുപോലെ തന്നെ വേർ ദ മൈൻഡേഴ്സ് വിതൗട്ട് ഫിയർ എന്ന് പറയുന്ന പോയം അല്ലെങ്കിൽ പോയം സെഷൻസ് കൂടുതലായിട്ട് വരികൾ എടുത്തു വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. സോ നമുക്ക് പാസേജ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് WH ക്വസ്റ്റ്യൻസ്, അതായത് ഗ്രാമർ ഏരിയ എന്ന് വരുന്ന ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ചോദ്യമാണ് ഇത്. നിങ്ങൾക്ക് എന്താണ് WH ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇതന്നെ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ കൊല്ലവും ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റ് ചിലപ്പോൾ മാറി വരായിരിക്കും, പക്ഷെ ചോദ്യം ഇത് തന്നെയായിരിക്കും. അത് ഉറപ്പാണ് മിസ്സിന്. ഇതുപോലത്തെ ചോദ്യം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. സോ WH ക്വസ്റ്റ്യൻസ്, അതായത് ഡാഷ് ഈസ് യുവർ കാർ, ഇത് നമ്മൾ ഓൾറെഡി ഗ്രാമറിൽ ഡിസ്കസ് ചെയ്തതാണ്. ബിക്കോസ് ഇത് അത്രയും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ വിച്ച് ഇസ് യുവർ കാർ, വിച്ച് എന്നുള്ള ഇതാണ് ഇവിടെ വരിക. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ആ ഗ്രാമർ ഏരിയയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ബിക്കോസ് അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യം വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് മിസ് ഇത്രയും എന്താ പറയുക സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നത്. സോ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസീവ് സെന്റൻസിലേക്ക് നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിലും അതിനൊരു ഷോർട്ട് കട്ട് ഒക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ റീൽസ് ആയിട്ടും ലൈവിലും അതുപോലെ റെക്കോർഡഡ് വീഡിയോയിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാസീവ് ഫോമിലേക്ക് സെന്റൻസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സെന്റൻസ് തരും, ജിത്തു ഡിഡ് നോട്ട് അഗ്രി ടു മൈ പ്രപ്പോസൽ എന്നുള്ളത്. അതിനെ നിങ്ങൾ എങ്ങനെ വേണം ഒരു പാസീവ് വോയിസിലേക്ക് ആ സെന്റൻസിനെ മാറ്റി എഴുതാൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾ ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദ്യം വരും. അപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ പഠിച്ച് ആ ട്രിക്കൊക്കെ പഠിച്ച് പോവുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് ഗിവൺ ബിലോ എന്നുള്ളതാണ്. അതായത് ഒരു സെന്റൻസ് തരും, ഫോർ ഹി ഹാസ് നോ മണി ഹി കനോട്ട് ബൈ ഈവൻ സിമ്പിൾ ക്ലോസ് എന്നുള്ള ഒരു സെന്റൻസ് തന്നിരിക്കുകയാണ്. അത് ആ സെന്റൻസ് സിമ്പിൾ ആണോ, കോമ്പൗണ്ട് ആണോ, കോംപ്ലക്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്നുള്ളത് നിങ്ങൾ ആ ജസ്റ്റ് കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ്. ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇത്രയുമാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദ്യം വരും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്കിപ്പോ അറിയാലോ, ഇംഗ്ലീഷിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടന്റ് അല്ല, ഗ്രാമർ ആണ്, ഗ്രാമാറ്റിക്കൽ ഓർഡർ ആണ്, അല്ലെ ഗ്രാമാറ്റിക്കൽ ടേംസ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കണ്ടന്റ് മാറി വന്നാലും ഒന്നും നോ ഇഷ്യൂ. ഓക്കെ, അപ്പൊ ഗ്രാമർ ഏരിയയിൽ നമുക്ക് ചാപ്റ്റേഴ്സിനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രാമർ അല്ലാത്ത പോർഷൻസിൽ മാത്രം അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോയത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ചോദ്യം കൊടുത്തിട്ടുള്ളത്? and had made all the differences. What differences had the poet achieved choosing the untrodden path? അതായത് ഇവിടെ ഒരു ലൈന്, നമ്മളെ പോയത്തിലെ ഒരു ലൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ലൈന് നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് ഈ ക്വസ്റ്റ്യൻ എന്താ പറയാ പോയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും പ്രശ്നവുമില്ല, അത് ഇവര് കൃത്യമായിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പോകേണ്ട, ഓർത്തെടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന്റെ ഹിന്റ് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. സോ ഇതുപോലെ പോയത്തിൽ നിന്ന് എന്തെങ്കിലും വരുവാണെങ്കിലും നിങ്ങൾക്ക് അവിടെ എന്താണ് ചാപ്റ്റർ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞ വലിയൊരു ക്ലൂ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിടക്കുന്നുണ്ട്. സോ ഈ ഒരു പോയത്തിലെ ഈ ലൈനിന്റെ എന്താണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ സെന്റൻസ് ആയിട്ട് അതിനെ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡ് ദ ഫോളോയിങ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ എനി ഫോർ ആസ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. അതിനിപ്പോ പാരഗ്രാഫ് തന്നിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് നിങ്ങൾക്കൊരു എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആയിക്കോട്ടെ. അത് ഇവിടെ ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട്, ലെറ്ററിനെ കുറിച്ചിട്ട്, എങ്ങനെയൊക്കെയാണ് അതിന്റെ റൂൾസ് റെഗുലേഷൻസ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ലെറ്റർ മാത്രമല്ല ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, ലെറ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ വരും കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാത്തിന്റെയും ഒരു ഫോം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട്, ആ ഫോമാറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടോ, ഇത്രയും ഇതിന്റെ ആൻസർ വരുന്നുള്ളൂ. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ചോദ്യം എന്ന് പറയുന്നതാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾ ആ ഒരു 3 മണിക്കൂറിനുള്ളിൽ വായിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു ടാസ്ക് ആണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് ശരിക്കും പറഞ്ഞാൽ. കാരണം എഴുത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതാനോ അല്ലെങ്കിൽ ഒരുപാട് പാരഗ്രാഫുകൾ എഴുതി വെക്കാനോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് എഴുതണം. അല്ലെങ്കിൽ ഒരു 2 or 3 സെന്റൻസിൽ മാക്സിമം പോയാലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എഴുതണം. പിന്നെ ലെറ്റർ ആയിരിക്കും വരിക, ആർട്ടിക്കിള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് വൈഡ് ആയിട്ട് എഴുതേണ്ട ഒരു ആൻസേഴ്സും വരില്ല. അപ്പൊ നിങ്ങൾക്ക് എഴുത്തിന് സമയം അത്ര വേണ്ടതില്ല. അപ്പൊ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പെട്ടെന്ന് ഈ വായിച്ച് മനസ്സിലാക്കൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും അതിന്റെ ആൻസേഴ്സ് പെട്ടെന്ന് കൊടുക്കാനും പറ്റും. പിന്നെ മൈ സൺ വിൽ നോട്ട് എ ബെഗബി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. പിന്നെ ഓൾമോസ്റ്റ് നിങ്ങളെ പ്രോസ് ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ പോയം ഏരിയയിൽ നിന്നും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സാമിന് പ്രതീക്ഷിക്കാം. കാരണം എന്താ, 18 ചാപ്റ്റേഴ്സ് ആണ് എക്സ്ട്രാക്ട് ചെയ്ത, 35 ചാപ്റ്ററിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത 18 ചാപ്റ്ററിൽ 10 ചാപ്റ്ററുകളിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ബാച്ചിന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ചാപ്റ്റേഴ്സും പോയം അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടും അല്ലാതെയുള്ള പ്രോസുകൾ, അത് ഓട്ടോബയോഗ്രഫി ആയിക്കോട്ടെ, സ്പീച്ച് ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്പീച്ച് ഒക്കെ പഠിക്കാണ്ട് അല്ലെ, ഇന്ത്യ ഹർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ എന്താണ് മൈ സൺ വിൽ നോട്ട് എ ബെഗബി എന്ന് പറയുന്നത് ഓട്ടോബയോഗ്രഫി ആണ്. അപ്പൊ അങ്ങനെ പല കാറ്റഗറിയുള്ള സംഭവങ്ങൾ അത് ഒന്നായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. അതിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സമ്മറി തന്നെ കൃത്യമായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അപ്പം ഈ മൈ സൺ വിൽ നോട്ട് എ ബെഗർബി എന്നൊക്കെ എന്തായാലും നിങ്ങൾക്ക് ചോദ്യം വരും, ഒരു സംശയവും ഇല്ല. ഈ ചോദിച്ചിരിക്കുന്നതിൽ എന്താ, വൈ ഡിഡ് ദേ പ്രൊട്ടസ്റ്റ് ഹിസ് ക്രൈസ് വെൻ ദ ഐ ഡ്രോപ്സ് വെർ അഡ്മിനിസ്ട്രേറ്റ് എന്നുള്ളതാണ്. അതായത് ഇതില് കുട്ടീന്റെ കണ്ണിൽ ആ ഒരു സുറുമ എഴുതുന്ന സമയത്ത്, ഐ ഡ്രോപ്സ് ഇടുന്ന സമയത്ത് അവരുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇതേ കണ്ടന്റ് തന്നെ മൈ സൺ വിൽ നോട്ട് എ ബെഗബി എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആൻസർ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഞാൻ കുറച്ച് വൈഡായിട്ട് കൊടുത്തു വന്നേ ഉള്ളൂ. ആൻസേഴ്സ് നിങ്ങൾക്ക് ഒരു 1 or 2 സെന്റൻസിൽ എഴുതിയാൽ മാത്രം മതി. അതും 2 മാർക്കിനാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേർ ദ മൈൻഡേഴ്സ് വിതൗട്ട് ഫിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. അതിന് ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് ഇതാണ്, വൈ ഡസ് ദ പോയറ്റ് രവീന്ദ്രനാഥ ടാഗോർ റെഫേഴ്സ് ടു ദ ഹെവൻ ഓഫ് ഫ്രീഡം, എന്തുകൊണ്ടാ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ നൈറ്റ് ഓഫ് ദ സ്കോർപിയോ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരാറുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, 100% ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വാട്ട് ഡിഡ് ദ വില്ലേജേഴ്സ് ഡു വെൻ ദ സ്കോർപിയോ സ്റ്റങ് ദ പോയറ്റ്സ് മദർ, അതൊക്കെ നമുക്ക് എന്താണ് സിംപ്ലി 1 സെന്റൻസിലൊക്കെ ആൻസർ കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ.
അപ്പം നമ്മളെ റിവിഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇമെയിൽ എഴുതാനായിട്ടുള്ളത് ഉണ്ടാവും. ഇമെയിലിന്റെ ഫോമാറ്റ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയുമാണ് ഏകദേശം ഒരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിൽ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നോക്കി വെക്കുക. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കണം, റിവൈസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. വെബ്സൈറ്റിൽ നമ്മളെ മെറ്റീരിയൽസ് ഉണ്ട് ഫ്യൂച്ചർ പ്ലസിന്റെ. അതല്ല ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ഇനിയും 30 ദിവസം ഉണ്ട് അല്ലെ, അപ്പം അതിന്റെ മെറ്റീരിയൽസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സോ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള ധാരണ വെക്കുക, അതനുസരിച്ച് റിവൈസ് ചെയ്യുക. ഇപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളിപ്പോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലെ, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമാവുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും NIOSൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത്, അതല്ലാത്ത ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. സെയിം ചാപ്റ്റേഴ്സ് ടോപ്പിക്കുകൾ സെയിം ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം എന്താ പറയാ, കണക്ട് ചെയ്ത് എഴുതേണ്ട ഒരു വിച്ച്, അതുപോലെ തന്നെ കുറച്ച് കണക്ട് ചെയ്ത് എഴുതേണ്ട കുറച്ച് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് ഏതൊക്കെയാണ് ഗ്രാമറിൽ നിന്ന് വരുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് തന്നെ സെപ്പറേറ്റ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ മെറ്റീരിയൽ സപ്പോർട്ടിനും ക്ലാസ് സപ്പോർട്ടിനും ഒക്കെ ആയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ പ്രഡിക്ഷൻ വീഡിയോ പോലെ തന്നെ ലൈവായിട്ട് 99% വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഫ്യൂച്ചർ പ്ലസിലെ ടീംസ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.